Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ആണ്. പോർട്ട്ഫോളിയോ അനാലിസിസുമായി ബന്ധപ്പെട്ട് പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്കും റിട്ടേൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻ. ക്ലിയർ? കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നമ്മളിത് കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എഫ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഈസ് അനലൈസിങ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് എക്സ് ആൻഡ് വൈ, രണ്ട് സെക്യൂരിറ്റീസിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നു. ക്ലിയർ? സോ ദ എസ്റ്റിമേറ്റഡ് rate of return along with its probabilities of occurrence are given below. ഇവിടെ എക്സ്പെക്റ്റഡ് റേറ്റ്, ദാറ്റ് ഈസ് പോസിബിൾ റേറ്റ് ഓഫ് റിട്ടേണും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തുകൂടെ തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, ഒക്കറൻസ് ഓഫ് പ്രോബബിലിറ്റി. ക്ലിയർ? സോ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്തല്ല തന്നിരിക്കുന്നത്, ആക്ച്വൽ റിട്ടേൺ അല്ല തന്നിരിക്കണം. ക്ലിയർ? അപ്പോൾ എന്ന് ഓർത്തിരിക്കണം. എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്ലിയർ? 22% കിട്ടാൻ സാധ്യതയുണ്ട്, 14% കിട്ടാനുണ്ട്. ലോസ് -4% എന്ന് എന്താ, ലോസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? 4% ലോസ് വരാണ് സാധ്യതയുണ്ട്. വൈ ആണെങ്കിലോ 5%, 15%, 20%. ക്ലിയർ? രണ്ടിൻ്റെയും പ്രോബബിലിറ്റി എത്രയാണ്? 0.2, ദാറ്റ് ഈസ് 20%, then 60%, then 20%. Clear? So these are all the probability of occurrence. Then we are asked to, number 1, determine each alternative's expected rate of return, variance and standard deviation. ഇവിടെ തന്നിരിക്കുന്ന സെക്യൂരിറ്റീസ് അനുസരിച്ച് എക്സിൻ്റെയും വൈൻ്റെയും എന്തൊക്കെ കണ്ടുപിടിക്കണം? എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലേ? ഇത് നമ്മൾ ഇ ഓഫ് എക്സ് നേരത്തെ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഇ ഓഫ് ആർ എന്ന് വേണമെങ്കിലും പറയാം. ക്ലിയർ? അത് കണ്ടുപിടിക്കാം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ദെൻ വേരിയൻസ്, അതിൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കാം. പിന്നെ എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ കണ്ടുപിടിക്കണം. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ 3 ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് എക്സിനും വൈനും വെവ്വേറെ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈസ് വൈ കമ്പാരിറ്റീവ്ലി റിസ്ക്ലെസ്. ഈ വൈ എന്ന് പറയുന്ന സെക്യൂരിറ്റി എക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക്ലെസ് ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ക്ലിയർ? ആണോ അല്ലയോ എന്ന് ജസ്റ്റിഫൈ ചെയ്യണം. ദെൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇഫ് ദ ഫിനാൻഷ്യൽ അനലിസ്റ്റ് wishes to invest in X and Y, that is half in X and half in Y, would it make any reduce risk? Clear? അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക്, ക്ലിയർ, പകുതി എക്സിലും പകുതി വൈയിലും നിക്ഷേപിച്ചാൽ റിസ്കിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദി റീസൺസ് ഫോർ ഇറ്റ്, അതിൻ്റെ റീസണും പറയാനാണ് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ 2 സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ പോസിബിൾ റിട്ടേൺസ് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണും എക്സ്പെക്റ്റഡ് റിട്ടേണും റിസ്ക്കും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുറമേ ഇതിനെ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വെക്കുന്നതിന് പകരം, ക്ലിയർ, ഇഫ് ദേ ആർ കമ്പൈൻഡ് ആസ് എ പോർട്ട്ഫോളിയോ, ക്ലിയർ, ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ വിത്ത് 50% ഈച്ച് ഓഫ് പ്രൊപ്പോർഷൻ, ക്ലിയർ, വിൽ ഇറ്റ് റെഡ്യൂസ് ദി ടോട്ടൽ റിസ്ക്? ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് കുറയ്ക്കുമോ ഇല്ലയോ? ക്ലിയർ? അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നോക്കണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോർട്ട്ഫോളിയോൻ്റെ കാൽക്കുലേഷനൊക്കെ, റിസ്കിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്യണം അല്ലേ? എന്ത് കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത്? വേരിയൻസോ കോവേരിയൻസോ അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യൻ്റോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് എത്തി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ക്ലിയർ? ഈ രീതിയിൽ നമുക്ക് നോക്കാം. സോ നമ്മൾ ആൻസറിലേക്ക് വരാം, സൊല്യൂഷനിലേക്ക് വരാം. ഫസ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താ നമുക്കറിയാം അല്ലേ? സോ റിട്ടേൺ ഓഫ് ദി പോർട്ട്ഫോളിയോ XI ഇൻറ്റു RI ആണ്. XI ഇൻറ്റു RI. ക്ലിയർ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രപ്പോർഷൻ. RI എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് റിട്ടേൺ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? റിട്ടേൺ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം? എന്താ കണ്ടുപിടിക്കുന്നത്? ഇ ഓഫ് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് XI ഇൻറ്റു PI. ക്ലിയർ? XI ഇൻറ്റു PI. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ. PI എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വേണം എടുക്കുക. സോ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കും? സോ എക്സ് അല്ലേ, എക്സിൻ്റെ വരുമ്പോൾ വാല്യൂ എന്താ വരിക? എന്തൊക്കെയാണ് വരുന്നത്? 22, 14 - 4 അല്ലേ? സോ ദീസ് ആർ എക്സ് വാല്യൂ. PI വാല്യൂ എത്രയാണ്? 0.2, 0.6, 0.2. ക്ലിയർ? ഇനി XI ഇൻറ്റു PI മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 22 ഇൻറ്റു 0.2 വരും. ക്ലിയർ? അപ്പോൾ എത്ര വരും നമുക്ക്? 4.4. അടുത്ത് വരുമ്പോൾ എത്ര വരും? 8.4. ഇവിടെ വരുമ്പോൾ എത്ര വരും? സോ -0.8 വരും. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക? പോസിറ്റീവ്സ് രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് എന്ത് ചെയ്യുക? 0.8 കുറയ്ക്കുക. സോ അങ്ങനെ കുറച്ച് വരുന്ന സമയത്ത് സോ വാട്ട് ഈസ് എ വാല്യൂ? So 12% is the rate of, clear, that is return, expected return of A. Clear? That is X equal to 12%. 12% കിട്ടി. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് വൈ എന്ന് പറയുന്ന സ്റ്റോക്കിനെ നോക്കുക. ക്ലിയർ? അതും ഇതേപോലെ തന്നെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? സോ വൈൻ്റെ റിട്ടേൺ എന്തൊക്കെയാണ് വരിക? XI
that is xi value, clear, that is 5, 15, 25. Pi value അതേപോലെ 0.2, 0.6, 0.2, clear. Then xi into pi, so that is equal to 15, 5 into 0.2, that is അല്ലേ എത്രയാണ് വരിക 1, then 9, then 5 എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. സോ 15 will be the total value. So 15% ആണ് എക്സ്പെക്ട് റിട്ടേൺ ഓഫ് y. ഓക്കെ, ഇത് രണ്ടും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരേണ്ടത് ഞാൻ വിചാരിക്കുന്നു. നോട്ട് എടുത്ത് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് സൈമൾട്ടേനിയസ് ഞാൻ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തു തരിക, ക്ലിയർ, സോ ദാറ്റ് യു ക്യാൻ ഓൾസോ സോൾവ് ഇറ്റ്. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ പോർട്ട്ഫോളിയോ വേരിയൻസ് ആണോ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ വേരിയൻസ് ആണോ? ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ക്ലിയർ. അപ്പോൾ നമ്മൾ അതിന് വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ ചെയ്യുക? ആദ്യം നമ്മൾ റിട്ടേൺ എഴുതും, ക്ലിയർ, എക്സ് ഐ വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ എഴുതി അല്ലേ. പി ഐ ഇത് പി ഐ വാല്യൂ ആണ്, ക്ലിയർ, ഇത് പോസിബിൾ റിട്ടേൺ, ഇത് പി ഐ വാല്യൂ. ഇത് എന്താ ഇനി അടുത്ത് ചെയ്യേണ്ടത്? മീൻ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതെങ്ങനെ എടുക്കുക? ഡീവിയേഷൻ എങ്ങനെ എടുക്കുക? ദാറ്റ് ഈസ് മീൻ റിട്ടേൺ എങ്ങനെ എടുക്കും? എക്സ്പെക്റ്റഡ് റിട്ടേൺ ഷുഡ് ബി ടേക്കൺ ആസ് മീൻ, ക്ലിയർ. ഇപ്പോൾ എക്സിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എത്രയാണ്? 12 ആണ്. അപ്പോൾ വീണ്ടും ഇനി എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ക്ലിയർ. സോ ആ രീതിയിൽ 12 നമ്മൾ എടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ ഡി എടുക്കുന്നു. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡീവിയേഷൻ. എന്താ ഡി എന്ന് പറഞ്ഞാൽ? ഡീവിയേഷൻ അല്ലേ. എക്സിൽ നിന്ന് ഈ ഇതിൽ നിന്നും ഇതിലേക്കുള്ള ഡീവിയേഷൻ, ക്ലിയർ. സോ 22 മൈനസ്, ഇപ്പോൾ ഓരോ ഒബ്സർവേഷൻ നോക്കുക, ക്ലിയർ. എക്സിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 22, 14 മൈനസ് 4 ആണ്, ക്ലിയർ. പ്രോബിലിറ്റി 0.2, 0.6, 0.2, ക്ലിയർ. ദെൻ മീൻ റിട്ടേൺ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇ ഓഫ് എക്സ് ഈക്വൽ ടു 12 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് മൈനസ് ചെയ്യാം. അപ്പോൾ ഡി എടുക്കുമ്പോൾ എന്ത് വരും? 22 minus 12, that is 10. 14 minus 12, that is equal to 2. Then minus 4 minus 12 അല്ലേ, മൈനസ് 4. അതിൽ നിന്ന് എന്ത് നമ്മൾ കുറയ്ക്കുകയാണ്? 12 കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി അല്ലേ? ഇവിടെ എന്താ വരിക? അതിൻ്റെ വാല്യൂ നോക്കൂ. സോ ഒരു നെഗറ്റീവ് വാല്യൂ നിന്ന് നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് അല്ലേ, നമ്മുടെ ശ്രേണി നമ്മൾ അതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നെഗറ്റീവ്സ് ആണ് ഇവിടെ വരുന്നത്, ക്ലിയർ. അപ്പോൾ ഇവിടെ ഓൾറെഡി എത്രയുണ്ട്? മൈനസ് ആണ് വന്നിരിക്കുന്നത്, ക്ലിയർ. സോ ഹിയർ ഇറ്റ് ഈസ് -4, ക്ലിയർ. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 12 കുറയ്ക്കണം, ക്ലിയർ. സാധാരണ 0 നിന്നാണ് നമ്മൾ കുറയ്ക്കുന്നതെങ്കിൽ അത് തന്നെ കിട്ടും, മൈനസ് കിട്ടും അല്ലേ. 1 നിന്നാണ് കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ കിട്ടും. പക്ഷേ -4 വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇത്രയും പോർഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് 12 + 4, ദാറ്റ് ഈസ് -16 ആണ് വരിക, ക്ലിയർ. അപ്പോൾ ഇത്രയും പോർഷൻ 0 നിന്ന് മൈനസ് ചെയ്താൽ തന്നെ -12 കിട്ടും, ക്ലിയർ. ഇവിടെ വരുന്ന സമയത്ത് 4 കൂടെ ഉണ്ട്. അപ്പോൾ 12 പ്ലസ് അല്ലേ 4, ദാറ്റ് ഈസ് ഇക്വൽ ടു 16. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് -16. സോ -16 വിൽ ബി ദി ഡീവിയേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡീവിയേഷൻ സ്ക്വയർ എടുത്തു, ക്ലിയർ. ഓരോന്നിൻ്റെ സ്ക്വയർ എടുത്തു. സോ 10 സ്ക്വയർ 100, 2 സ്ക്വയർ 4, ദെൻ 20, ദാറ്റ് ഈസ് 16 സ്ക്വയർ 256, ക്ലിയർ. ഇനി എന്ത് ചെയ്യണം? ഡി സ്ക്വയർ ഇൻറ്റു പി, പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ആണ് അല്ലേ. പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടും? കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് 20, 2.4, 51.2, clear. So that is equal to variance equal to 73.6. So this is sigma square, അല്ലേ 73.6. അപ്പോൾ സിഗ്മ കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി root of 73.6 ചെയ്താൽ മതി, ക്ലിയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര നമുക്ക് കിട്ടുക? സോ ദ വാല്യൂ വിൽ ബി 8.6, ക്ലിയർ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 8.6, ക്ലിയർ. സോ ദിസ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ഇതേപോലെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ നമ്മൾ ചെയ്യണം, ക്ലിയർ. അതൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചാണ്, റിസ്ക് റിട്ടേൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പഠിക്കണം. അതേപോലെ ഇവിടെ ചെയ്യാം, ക്ലിയർ. സോ ദാറ്റ് ഈസ് നമ്മൾ റിട്ടേൺ എടുത്ത് എഴുതി 5, 15, 25, പ്രോബബിലിറ്റി എടുത്ത് എഴുതി. മീൻ റിട്ടേൺ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് 15 അല്ലേ. അപ്പോൾ അതിന് എന്ത് ചെയ്തു? 5 - 15 ചെയ്തു -10, 15 - 15 ചെയ്തു 0, 25 - 15 ചെയ്തു ദാറ്റ് ഈസ് 10. ഇനി അതിൻ്റെ സ്ക്വയർ ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കും. സ്ക്വയർ എടുക്കുമ്പോൾ എത്ര വരും? 100, 0, 10 into 10, that is 100, clear. So that is equal to d square into p chain, clear. That is equal to 20, ഇവിടെ 0, then 20, clear. So 40 is the variance. So sigma square equal to 40, clear. Therefore sigma equal to root of 40, clear. Root of 40 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6.32, clear. So 6.32 will be the standard deviation of phi. അപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും, ക്ലിയർ. സോ ഒന്നിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സിൻ്റെ 8.6ഉം വൈൻ്റെ 6.32
32 ആണ്. ക്ലിയർ? ഇതാണ് നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ്? ഈ രണ്ട് സെക്യൂരിറ്റീസിനെ എക്സിനെയും വൈനെയും നമ്മൾ 50% 50% വെച്ചിട്ട് ഇട്ട് അല്ലേ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്താൽ റിസ്ക് ഈ 8.6 അല്ലെങ്കിൽ 6.32 എന്നുള്ളതിൽ നിന്നും കുറയുമോ ഇല്ലയോ? ക്ലിയർ? സോ ദാറ്റ് ഈസ് വി വാണ്ട് ടു ടെസ്റ്റ് ഇറ്റ്. ക്ലിയർ? അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 50% വെച്ചുള്ള പ്രപ്പോസൽ ഇത് എടുക്കുന്നു. ക്ലിയർ? ഇനി ഇത്രയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സോ വാട്ട് ഈസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ഈസ് വൈ കമ്പാരിറ്റീവ്ലി റിസ്ക് ലെസ്? വൈ എന്ന് പറയുന്ന സെക്യൂരിറ്റി റിസ്ക് ലെസ് ആണോ? കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് ലെസ് ആണോ? ഇതെങ്ങനെ കമ്പയർ ചെയ്യുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ്റെ കൂടുതൽ വരുന്ന സമയത്ത് എന്താ റിസ്ക് കൂടുതലാണ്. ഡീവിയേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ എന്താ റിസ്ക് കുറവാണ്. സോ വെൻ കമ്പയർഡ് ടു എക്സ് അല്ലേ വൈ എന്ന് പറയുന്നത് എന്താണ്? കുറച്ചുകൂടെ റിസ്ക് ലെസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്. ക്ലിയർ? സോ സെക്യൂരിറ്റി വൈ ഈസ് കമ്പാരിറ്റീവ്ലി റിസ്ക് ലെസ് വെൻ കമ്പയർഡ് ടു സെക്യൂരിറ്റി എക്സ്. ക്ലിയർ? സിൻസ് ഇറ്റ്സ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് എക്സ്. എക്സിനേക്കാളും കുറഞ്ഞൊരു വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് വൈക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വൈ എന്താണ്? കമ്പാരിറ്റീവ്ലി റിസ്ക് ലെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? ദെൻ കാൽക്കുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക്. ഇപ്പോൾ അടുത്ത് നമ്മൾ പോർട്ട്ഫോളിയോ റിസ്ക് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കോവേരിയൻസ് അതുപോലെ കോറിലേഷൻ കോയിഫിഷ്യൻ്റ്. ക്ലിയർ? ഇതൊക്കെ നമുക്ക് ഫോർമുല അറിയാം അല്ലേ? അപ്പോൾ അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. So first of all we can calculate the covariance. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, here we are not provided with the return, actual return. Instead we are given with possible return with probability. Clear? അപ്പോൾ പോസിബിൾ റിട്ടേണും പ്രോബബിലിറ്റിയാണ് തന്നിരിക്കുന്നത് കൊണ്ട് ക്ലിയർ നമ്മൾ ഫോർമുലയിൽ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താണ്. ക്ലിയർ? നേരത്തെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഡി മാത്രം ചെയ്തിട്ട് നിർത്തുമായിരുന്നു അല്ലേ? ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഡി ഇൻറ്റു ഡി ചെയ്ത ശേഷം രണ്ടിൻ്റെയും ഡീവിയേഷൻ എടുത്ത് ചെയ്ത ശേഷം ക്ലിയർ പ്രോബബിലിറ്റി എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്നിട്ട് കിട്ടുന്ന വാല്യൂവിനെ വേണം എന്ത് ചെയ്യാൻ? കോവേരിയൻസ് ആയിട്ട് എടുക്കുക. നേരത്തെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡീവിയേഷൻ ഇൻറ്റു ഡീവിയേഷൻ അല്ലേ? രണ്ട് ഡീവിയേഷൻ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. എൻ ഒബ്സർവേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻ എടുക്കുക. ക്ലിയർ? ഇവിടെ എന്താണ്? ആകെ റിട്ടേൺ തന്നിരിക്കുന്ന 3 ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിലും 4നെയും പ്രോബബിലിറ്റിയും മാത്രമേ തന്നുള്ളൂ. ഈ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 ആണ് കിട്ടുക അല്ലേ? ദാറ്റ് ഈസ് 0.2, 0.6, 0.2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ റിട്ടേൺ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ക്ലിയർ ഡീവിയേഷൻ രണ്ടിൻ്റെയും ഡീവിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രോബബിലിറ്റി കൂടെ അതിനോടൊപ്പം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയും ആലോചിക്കുക. ക്ലിയർ? സോ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എക്സിൻ്റെ എഴുതി. ക്ലിയർ? വാട്ട് ഈസ് ആർ എക്സ്? 22, 14 - 4. ദിസ് ഈസ് ആർ എക്സ്. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആർ എക്സ് മൈനസ് ആർ എക്സ് ബാർ ആണ്. ക്ലിയർ? ആർ എക്സ് ബാർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ലേ? ഡി എത്രയാണ്? ദാറ്റ് ഈസ് നമ്മുടെ ബാർ എക്സ് എത്രയാണ്? ദാറ്റ് ഈസ് ആർ എക്സ് ബാർ ഈക്വൽ ടു 12 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? സോ എക്സ്പെക്ടഡ് റിട്ടേൺ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ 12 ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 12 എടുത്തു. ക്ലിയർ? സോ 22 ക്ലിയർ മൈനസ് 12 ദാറ്റ് ഈസ് 10. ദെൻ 14 മൈനസ് 2 12 that is 2. Then minus 4 minus clear 12 that is equal to 16. ഇതെല്ലാം ഓൾറെഡി ഡീവിയേഷൻ എടുത്തുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നില്ല. ക്ലിയർ? ഇനി ആർ വൈ കണ്ടുപിടിക്കുന്നു. ക്ലിയർ? സോ ആർ വൈൻ്റെ വാല്യൂ. സോ ദിസ് ഈസ് ഫസ്റ്റ് പാർട്ട്. ആർ വൈ എന്താണ്? 5, 15, 25 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആർ വൈ ബാറിൻ്റെ വാല്യൂ എത്രയാണ്? 15 ആണ്. അപ്പോൾ 15 കൊണ്ട് അല്ലേ ഇത് ഓരോന്നിനെയും 15 വെച്ചിട്ട് നമ്മൾ ഡിഫറൻസ് കാണും. സോ 5 - 15 - 10, 15 - 15 0, 25 - 15 10. ക്ലിയർ? ഇനി എന്ത് ചെയ്താൽ മതി? ഡി ഇൻറ്റു ഡി ചെയ്യും. അപ്പോൾ ഇത് രണ്ടാമത്തെ പോർഷൻ. അപ്പോൾ ഇനി ഡി ഇൻറ്റു ഡി ചെയ്യുമ്പോൾ എന്ത് വരും? അല്ലേ? ഈ കോളവും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 10 × -10 = -100. 2 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 16 - 16 × -160 അല്ലേ? ദാറ്റ് ഈസ് -10. സോറി -16 × 10 that is equal to -160. Okay, so these are all the d into d. Ini probability എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. What is the probability value? 0.2, 0.6 and 0.2. Clear? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 × 0.2 will give you -20. 0 × അല്ലേ ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടും. -160 × 0.2 ചെയ്യുമ്പോൾ -32 കിട്ടും. ക്ലിയർ? ഇനി ആഡ് അപ്പ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? -52 എന്ന് കിട്ടും. സോ -52 will be the covariance. Clear? So covariance between x and y. Clear? When we are given with probabilities and possible return will be -52. So this is the
covariance of x and y. Clear? Then അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കണം അല്ലേ? കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? നമ്മൾ നേരത്തെ പഠിച്ചാണ് അല്ലേ? സോ കോറിലേഷൻ കോയിഫിഷ്യന്റ് ആർ എക്സ് വൈ ഈക്വൽ ടു കോവേരിയൻസ് ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അല്ലേ? ഇവിടെ എല്ലാ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് എത്രയാണ്? -52 ഡിവൈഡഡ് ബൈ അല്ലേ? ഇത് എത്ര കിട്ടും? 8.6 ആണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര? 6.32. ക്ലിയർ? ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് ക്ലിയർ -0.96. ക്ലിയർ? ആൾമോസ്റ്റ് 1 ഈക്വൽ ആണ്. നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇതും കോവേരിയൻസ് കിട്ടിയത് നെഗറ്റീവ് ആണ്, കോറിലേഷൻ കിട്ടിയത് നെഗറ്റീവ് ആണ്. അപ്പോൾ റിസ്ക് കുറയ്ക്കും എന്ന് നമുക്കിപ്പോൾ തന്നെ കൺഫേം ചെയ്യാം. എങ്കിലും നമ്മൾ എത്ര കുറയുന്നു എന്ന് അറിയാൻ വേണ്ടി എന്ത് കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? സോ പോർട്ട്ഫോളിയോ വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മുടെ ഫോർമുല ഉപയോഗിച്ച് എക്സ് സ്ക്വയർ ഇൻറ്റു അല്ലേ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ, ഇങ്ങനെ നമ്മുടെ ഫോർമുല പഴയ ഫോർമുല എടുത്ത് ചെയ്ത വേരിയൻസിൻ്റെ എന്നിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0.50% ആണ് പ്രപ്പോർഷൻ. ക്ലിയർ? അതുകൊണ്ട് എക്സും എക്സ് വൈ ഒക്കെ എത്രയാണ്? 0.5. സോ 0.5 സ്ക്വയർ ഇൻറ്റു 8.6 സ്ക്വയർ പ്ലസ് 0.5 സ്ക്വയർ ഇൻറ്റു 6.32 സ്ക്വയർ plus 2 into 0.5 into 0.5 within bracket 0.96 minus 0.96 into 8.6 into 6.32. Clear? Then reduce ചെയ്ത് എത്ര വരും? 18.49 ഇത്രയും പോർഷൻ. ക്ലിയർ? പ്ലസ് 9.99 ഇത്രയും പോർഷൻ. ക്ലിയർ? ബാക്കിയുള്ള അത്രയും ചേർത്തിട്ട് എത്ര വരും? ക്ലിയർ? -26.8608 കിട്ടും. ക്ലിയർ? ഓക്കെ, ഇതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2.4 എന്നാണ് വരിക. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടുക എന്നിട്ട് നിന്ന് മൈനസ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.4. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദിസ് ഈസ് വേരിയൻസ്. ഇത് വേരിയൻസ് ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ റൂട്ട് എടുത്താണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് ക്ലിയർ 2.4 ഈക്വൽ ടു 1.55. ക്ലിയർ? സോ 1.55 ഈസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താ മനസ്സിലാക്കാൻ പറ്റുക? നോക്കൂ അല്ലേ, എക്സും വൈയും രണ്ട് സെക്യൂരിറ്റീസിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8.6 ആണ്, വൈൻ്റെ 6.32 ആണ്. പക്ഷേ എക്സും വൈയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിട്ട് കുറയും? 1.55% ആയിട്ട് കുറയും. ക്ലിയർ? സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വെൻ അല്ലേ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ്സ് ഉള്ള, ഓപ്പോസിറ്റ് ടെൻഡൻസി ഉള്ള അല്ലേ ഡൈവേഴ്സിഫൈബിൾ ആയിട്ടുള്ള രണ്ട് സെക്യൂരിറ്റീസിനെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സെക്യൂരിറ്റീസിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ്. റിസ്കിന് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ. എത്ര കുറയ്ക്കാൻ പറ്റും? എക്സിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 8.6 ഡീവിയേഷൻ വരാം, വൈ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6.32% ഡീവിയേഷൻ വരാം. പക്ഷേ ഇതിൻ്റെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീവിയേഷനുള്ള സാധ്യത എത്ര മാത്രമേ ഉള്ളൂ? 1.52 മാത്രമേ ഉള്ളൂ. ക്ലിയർ? സോ ദാറ്റ് ഈസ് വൈ ക്ലിയർ combining effect. Clear? So this is the benefit of portfolio. Clear? This is how portfolio standard deviation is calculated. So risk of portfolio or portfolio risk is 1.55. So what is your comment? Therefore investing half in X stock and another half in Y stock would reduce the risk. Clear? So this is because the coefficient of correlation and covariance is negative. രണ്ടും തമ്മിലുള്ള രണ്ടും എന്താ? നെഗറ്റീവ്. ഇൻ്ററാക്റ്റീവ് റിസ്ക്കും നെഗറ്റീവ് ആണ്, കോറിലേഷനും നെഗറ്റീവ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? റിസ്കിനെ കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് സോൾവ്ഡ്.